കാരണം എന്നറിയാമോ? ഇത് കൗൺസിലിംഗ് കൊണ്ടോ ധ്യാന യോഗങ്ങൾ കൊണ്ടോ ഒന്നും ഇത് കടിഞ്ഞാടിടാൻ കഴിയുകയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ കൊലപാതകങ്ങളും അക്രമങ്ങളും ചെയ്ത് ജയിലിനകത്ത് പോകുന്ന വ്യക്തികൾ 12 വർഷമോ 16 വർഷമോ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവർ അക്രമം ചെയ്യുന്നവരായി തീരത്തില്ല, അവർ നല്ലവരായി മാറും. 12 വർഷത്തെ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന വ്യക്തി വീണ്ടും അക്രമത്തിലേക്ക് പോകുന്നു. അതിൻ്റെ അർത്ഥം ഒരു മനുഷ്യനെ അടച്ചുപൂട്ടിയിട്ടത് കൊണ്ടോ ജയിലിലിട്ടത് കൊണ്ടോ പീഡിപ്പിച്ചത് കൊണ്ടോ ആ മനുഷ്യനിൽ ഒരു കാരണവശാലും അവൻ്റെ അക്രമ സ്വഭാവം മാറുന്നില്ല. അപ്പോൾ മനുഷ്യനിലുള്ള ഈ അക്രമവാസന മാറണമെങ്കിൽ എത്ര വലിയ പീഡനം നടത്തിയിട്ടോ 3 മാസം അടച്ചിട്ട് നമ്മൾ കൗൺസിലിംഗ് കൊടുത്തത് കൊണ്ടോ മരുന്ന് കൊടുത്തത് കൊണ്ടോ ഒന്നും ഇത് മാറത്തില്ല. എന്തുകൊണ്ടും മാറുന്നില്ല. അതാണ് എൻ്റെ പ്രസംഗത്തിൻ്റെ കാതലായ വിഷയം. മനുഷ്യൻ നല്ലവനായി ആഗ്രഹിക്കുന്നു, പക്ഷെ നല്ലവനാകാൻ കഴിയുന്നില്ല. അതെന്തുകൊണ്ട്? ഒരു കൊലപാതകം ചെയ്ത് ജയിലിൽ പോകുന്ന വ്യക്തി തിരിച്ചിറങ്ങി വരുമ്പോൾ 3 പേരെ വെട്ടാനുള്ള മനസ്സിൻ്റെ ശക്തി കൊണ്ടാണ് തിരിച്ചു വരുന്നത്. ബൈക്ക് മോട്ടിച്ച് അകത്ത് പോകുന്നവൻ കാറ് മോട്ടിക്കാനുള്ള ശക്തിയും കൊണ്ടാണ് പുറത്തു വരുന്നത്. അതിൻ്റെ അർത്ഥം ഒരു കാരണവശാലും ആ അക്രമവാസന കുറയുന്നില്ല, അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന് കാരണം? വിശുദ്ധ ബൈബിൾ അതിന് പറയുന്നു ഇപ്രകാരമാണ്: നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നു. ഒന്നുകൂടെ പറയാം, എനിക്ക് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ എന്നിൽ നിന്ന് പുറത്തു വരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു മനുഷ്യനെ സ്വയമായിട്ട് കൺട്രോൾ ചെയ്യാനുള്ള കഴിവില്ലേ? അവനെ പിടിച്ചു നിർത്താനുള്ള വിൽ പവർ ഇല്ലേ? പിന്നെന്താണ് ഇങ്ങനെ പറയുന്നത്? എനിക്ക് നല്ലത് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ നല്ലത് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും നല്ലത് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അവനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ശക്തിയുണ്ട്. അതുകൊണ്ടാണ് അവന് നല്ലത് ചെയ്യാൻ കഴിയാത്തത്. അതേത് ശക്തിയാണ്? പ്രിയ സുഹൃത്തെ, ആ ശക്തിയുടെ പേരാണ് പാപം, തിന്മ. തിന്മയുടെ ഫലമാണ് പാപം. ഈ പാപം മനുഷ്യനിൽ കുടികൊള്ളുന്നിടത്തോളം കാലം മനുഷ്യൻ നല്ലവനാകാൻ കഴിയില്ല. കൗൺസിലിംഗ് കൊണ്ടോ ധ്യാന യോഗങ്ങൾ കൊണ്ടോ 3 മാസം അടച്ചിട്ടത് കൊണ്ടോ 12 വർഷം ജയിലിട്ടത് കൊണ്ടോ ഒന്നും ഒരിക്കലും ഒരു മനുഷ്യൻ്റെ പാപം മാറുന്നില്ല. അപ്പൊ പാപം മനുഷ്യനിൽ മാറണം. പാപം എങ്ങനെ മാറും? പാപമാണ് മനുഷ്യനെ കൊണ്ട് കൊല ചെയ്യിപ്പിക്കുന്നത്. പാപമാണ് മനുഷ്യനെ കൊണ്ട് മോഷ്ടിപ്പിക്കുന്നത്. പാപമാണ് മനുഷ്യനെ കൊണ്ട് കഞ്ചാവും MDMAയും മറ്റു മദ്യലഹരികളൊക്കെ കഴിപ്പിക്കുന്നത് പാപമാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കും, പാപത്തിന് എന്താ ഇതൊക്കെ? ഇതിൻ്റെ ഉദ്ദേശം എന്താ? പ്രിയ സുഹൃത്തെ, മനുഷ്യനിൽ പാപം കടന്നിട്ട് പാപം എന്ന തിന്മ മനുഷ്യന് വന്നു കഴിഞ്ഞാൽ ഈ പാപത്തിന് ഒറ്റ ചിന്തയുള്ളൂ: മനുഷ്യനെ ഇല്ലാതാക്കുക, നശിപ്പിക്കുക. അവനെ ഒന്നീ ജയിലിലാക്കുക, അവൻ്റെ കുടുംബം ഇല്ലാതാക്കുക, നഷ്ടപ്പെടുത്തുക. ഈ പാപം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സ്പിരിറ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാം. പല മതങ്ങളും വ്യത്യസ്തമായ പേരാണ് എന്ന് പറയുന്നത്. ചില ആൾക്കാർ ചെകുത്താനെന്ന് പറയും, ചില ആൾക്കാർ സൈത്താനെന്ന് പറയും, ചില ആൾക്കാർ സാത്താനെന്ന് പറയും. ഇത് നെഗറ്റീവ് സ്പിരിറ്റാണ് ഈ പാപം. പോസിറ്റീവ് സ്പിരിറ്റ് മനുഷ്യൻ നന്നാകാൻ ശ്രമിക്കും എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനെ നന്നാക്കാൻ ശ്രമിക്കും. പക്ഷെ നെഗറ്റീവ് സ്പിരിറ്റായ സാത്താൻ, പിശാച്, മനുഷ്യനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. അവൻ്റെ ആയുധമാണ് പാപം. പിശാചിൻ്റെ ആഗ്രഹം മനുഷ്യനെ ഇല്ലാതാക്കുക, മനുഷ്യനെ കൊല്ലുക, മുടിക്കുക, നശിപ്പിക്കുക. അതിനാണ് പാപമെന്ന ഈ വിത്ത് മനുഷ്യനെ കിളിപ്പിക്കുന്നത്. എപ്പോഴാണ് ഈ പാപം മനുഷ്യനിൽ കയറിയത്? ഞാൻ ചോദിക്കട്ടെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളൊക്കെ ഈ ലോകത്തിലൊരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നവരാണ്. നമ്മൾ ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുമ്പോൾ നമ്മൾ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളാണ്.
നമ്മുടെ 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സ് കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ നിഷ്കളങ്കരാണ്, നമുക്കൊന്നും അറിയത്തില്ല. എപ്പോഴാണ് ഈ പാപം കയറുന്നത്? ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ജനിച്ച് വീഴുമ്പോൾ തന്നെ പാപത്തിൻ്റെ വിത്ത് മനുഷ്യനിലുണ്ട്. അത് പ്രകടമാകുന്നത് 6, 7, 8, 10 വയസ്സാകുമ്പോഴേ പ്രകടമാകത്തുള്ളതേ ഉള്ളൂ. ജനിച്ച് വീഴുന്നത് തന്നെ പാപത്തിലാണ്. അതെന്താ കാര്യം എന്നറിയാമോ? ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്ത് സകല മനുഷ്യരും പാപത്തിന് അടിമപ്പെട്ടുപോയി. ഈ പാപത്തിന് അടിമപ്പെട്ട മനുഷ്യൻ ജനിക്കുന്നത് പാപത്തിലാണ്. 1 വയസ്സുള്ള കുഞ്ഞ് പാപം ചെയ്യുന്നില്ല, നിഷ്കളങ്കമായ ചിരി മാത്രമേ ഉള്ളൂ. പക്ഷേ ആ കുഞ്ഞിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. 1 വയസ്സോ 2 വയസ്സോ ഉള്ള കുഞ്ഞിൻ്റെ അമ്മയെ നമ്മൾ ഒന്ന് പറയുകയാണ്, ഇത് എൻ്റെ അമ്മയാന്ന് പറഞ്ഞാൽ ആ നിഷ്കളങ്കമായ കുഞ്ഞ് പറയും, അല്ല, എൻ്റെ അമ്മയാണ്. ആ കുഞ്ഞിൽ വ്യാപരിക്കുന്ന ആ സമയത്തുണ്ടാകുന്ന ചിന്ത എന്നറിയാമോ? സ്വാർത്ഥത. നിൻ്റെ അല്ല, എൻ്റേതാണിത്. അവൻ്റെ കളിപ്പാട്ടം എടുത്തോണ്ട് പോയാൽ ആ കുഞ്ഞ് പറയും, കരയും, എൻ്റെ അല്ല, നിൻ്റെ അല്ല, എൻ്റെ ആയത്. ആ കൊച്ചു കുഞ്ഞിൽ സ്വാർത്ഥത വ്യാപരിക്കുന്നു. നോക്കിക്കേ, പാപത്തിൻ്റെ ഫലങ്ങൾ ആ സ്വാർത്ഥതയൊക്കെ. ഈ കൊച്ചു കുഞ്ഞിൽ പോലും പാപത്തിൻ്റെ വിത്തുണ്ട്. പക്ഷെ ഇത് 15-20 വയസ്സാകുമ്പോഴാണ് നമ്മൾ പ്രകടമാകുന്നതേ ഉള്ളൂ. ഈ പാപം മനുഷ്യനിൽ കിടന്ന് മനുഷ്യനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക. പാപം മാറാൻ വേണ്ടി മനുഷ്യനെ ഓടിക്കൊണ്ടിരിക്കുക. എന്തെല്ലാമാ ചെയ്യേണ്ട പാപം മാറാൻ? പ്രിയ സുഹൃത്തെ, പാപം മാറാൻ ഒരു ക്രിയകൾ കൊണ്ട് പാപം മാറുകയില്ല. മനുഷ്യൻ്റെ പാപം മാറണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. അത് വിശുദ്ധ വചനം ഇപ്രകാരം പറയുന്നു, പാപത്തിന് പരിഹാരം യാഗം നടക്കണം എന്ന് പറഞ്ഞാൽ നാളെ പോയി ഒരാടിനെ എടുത്ത് വെട്ടി യാഗം കഴിക്കാനല്ല അതിൻ്റെ അർത്ഥം. പാപത്തിന് പരിഹാരമായി യാഗം നടക്കണം. പഴയ കാലങ്ങളിൽ യാഗം നടക്കുമായിരുന്നു. പഴയ യാഗങ്ങളിൽ മൃഗബലി ഉണ്ടായിരുന്നു. അന്ന് പാപത്തിന് പരിഹാരമായി പഴയ കാലത്ത് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, പഴയ കാലത്ത് യാഗങ്ങൾ നടന്നു. ഒരു മൃഗത്തിന് തലയെ കൈവച്ചിട്ട് പറയും, ഞാൻ എൻ്റെ പാപം മുഴുവൻ ഈ മൃഗത്തിൽ സമർപ്പിക്കുന്നു, എൻ്റെ പാപം ഈ മൃഗത്തിന്മേൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ മൃഗത്തെ കൊന്നുകളയും. അപ്പോൾ ആ പാപത്തിന് പരിഹാരമാകും. അന്നാണ് പഴയ കാലം. പക്ഷേ അതിന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? ഒരു യാഗം നടന്നു സകല മാനവരാശിക്കും വേണ്ടി. എവിടെയാണ് നടന്നെന്നറിയാമോ? ഫലസ്തീൻ്റെ മണ്ണിൽ കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു പരമയാഗമായി തീർന്നു. എന്തിന്? എൻ്റെയും താങ്കളുടെയും പാപത്തിന് വേണ്ടി. ക്രിസ്ത്യാനിയുടെ ദൈവമല്ല യേശു ക്രിസ്തു, സകല മാനവരാശിക്കും വേണ്ടി യേശു ക്രിസ്തു പരമയാഗമായി തീർന്നു. ഇനി ഒരു യാഗത്തിൻ്റെ ആവശ്യമില്ല. ഇനി എങ്ങനെയാണ് പാപത്തിന് പരിഹാരം ലഭിക്കുന്നത്? ആ കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു 3 ആണിമേൽ തകർന്നത്, യാഗമായി തീർന്നത്, സകലത്തെ ഉണ്ടാക്കിയവന്, സകലത്തെ വിളിച്ചു വരുത്തിയവന്, കടലിന്മേൽ നടന്നവന്, 4 ദിവസമായി മരിച്ചവനെ ഉയർപ്പിച്ചവന് 3 ആണി പറിച്ചിറങ്ങി വരാൻ കഴിയത്തില്ലായിരുന്നോ? പ്രിയ സുഹൃത്തെ, 3 ആണി പറിച്ചു കഴിയുവാൻ യേശുവിന് കഴിയും. പക്ഷേ ആ 3 ആണി പറിച്ച് താഴെ വന്നാൽ പാപത്തിന് പരിഹാരമായി നടക്കേണ്ട യാഗം നടക്കത്തില്ല. അത് നടന്നേ മതിയാവൂ. അവിടെ മരിച്ചടക്കപ്പെട്ട് മാർബിൾ കല്ലറയിൽ കൊത്തിവെച്ചിട്ടില്ല. യേശു ക്രിസ്തു ജനിച്ചു, യേശു ക്രിസ്തു മരിച്ചു എന്ന് മാർബിൾ കല്ലറ അവിടെ ഇല്ല. അവിടെയുള്ള കല്ലറ എന്താണെന്നറിയാമോ? അത് തുറന്നു കിടക്കുന്നു. അതിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല. ആര്? 3 ആണിയിൽ തൂങ്ങിക്കിടന്നവൻ അവിടെ ഇല്ല. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. എന്തിന്? പാപത്തിന് പരിഹാരമായി യാഗം നടന്നു. അത് ആര് വിശ്വസിക്കുന്നോ അവർക്ക് പാപത്തിന് പരിഹാരമുണ്ട്. നമ്മുടെ കൗൺസിലിംഗ് കൊണ്ടോ 12 വർഷം ജയിലിൽ അടച്ചത് കൊണ്ടോ പാപത്തിന് പരിഹാരം ലഭിക്കത്തില്ല സുഹൃത്തെ. ആര് വിശ്വസിക്കും? എങ്ങനെ വിശ്വസിക്കും? യേശുവേ, അങ്ങനെക്ക് വേണ്ടി മരിച്ചു, അങ്ങനെക്ക് വേണ്ടി തകർക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിച്ച് വാക്കുകൊണ്ട് ഏറ്റു പറയുന്ന സമയം നിങ്ങളുടെ പാപത്തിൻ്റെ ഭാരം ഇറങ്ങിപ്പോകും. നിങ്ങളുടെ പാപത്തിൻ്റെ ഭാരം നിങ്ങളെ വിട്ട് മാറിപ്പോകും. പ്രിയ സുഹൃത്തെ, അവിടെയാണ് യഥാർത്ഥമായ സമാധാനം നിങ്ങൾ അനുഭവിക്കേണ്ടത്. അവിടെയാണ് യഥാർത്ഥമായ ദൈവിക സന്തോഷം നിങ്ങൾ അനുഭവിക്കുന്നത്. മനുഷ്യൻ ആരാധനാലയങ്ങളിൽ കൂടുന്ന എന്തിനെന്നറിയാമോ? അല്പസമാധാനത്തിന് വേണ്ടി, അല്പസന്തോഷത്തിന് വേണ്ടി ഓടുകയാണ്. എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി ഓടുകയാണ്. നിങ്ങൾക്ക് കാശുണ്ട്, നിങ്ങൾക്ക് സമാധാനമുണ്ട്, നിങ്ങൾക്ക് പിന്നെ ദൈവത്തിൻ്റെ ആവശ്യമില്ല സുഹൃത്തെ. ദൈവത്തിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് പാപത്തിൻ്റെ ഭാരം ഇറക്കി വെക്കണം.
ഈ പാപഭാരം മനുഷ്യനെ അലട്ടുന്നത് കൊണ്ടാണ് മനുഷ്യൻ അസ്വസ്ഥനാകുന്നത്, സമാധാനമില്ലാതെ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ജയിലിനകത്ത് പോയ അനേക വ്യക്തികൾ തിരിച്ചിറങ്ങി വന്നപ്പോൾ അവർ ക്രിമിനലിൽ നിന്ന് ക്രിമിനലായി മാറി. ഒരാളെ കൊന്നവൻ 10 പേരെ കൊല്ലാനുള്ള ശക്തിയുമാണ് തിരിച്ചിറങ്ങി വന്നു. പക്ഷെ ജയിലിനകത്ത് പോയ ചില വ്യക്തികളെ ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. റെനി ജോർജ്, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, തിരുവല്ലാൻ എന്ന് പറഞ്ഞ പ്രദേശത്ത് കരിക്കംവില്ല കൊലക്കേസ് വർഷങ്ങൾക്ക് മുമ്പ് മാതാവിനെയും പിതാവിനെയും വളർത്തമ്മയെ കൊന്നുകളഞ്ഞ ഒരു റെനി ജോർജിനെ അറിയാമോ? മദ്രാസിലെ മോൻ. അദ്ദേഹം ജയിലിൽ പോയി 12 വർഷം ജയിലിലടയ്ക്കപ്പെട്ടു. ആ മനുഷ്യൻ ജയിലിൽ കിടക്കുമ്പോൾ പാപിയായിട്ട് അവിടെ കിടക്കുകയാണ്. പാപം അദ്ദേഹത്തെ ഭരിച്ചു. പാപത്തിന്റെ ഭാരത്താൽ പിടിക്കപ്പെട്ടു. സമാധാനമില്ല, ഉറങ്ങാൻ കഴിയുന്നില്ല. സുവിശേഷം പറയുന്ന അനേകർ ജയിലിനകത്ത് കയറി ചെന്നപ്പോൾ പുച്ഛത്തോടവരെ പറഞ്ഞാട്ടി അയച്ചു. എനിക്ക് നിങ്ങളുടെ സുവിശേഷം വേണ്ട എന്ന് പറഞ്ഞു. പാപത്തിന്റെ ഭാരം കൂടി ഉറങ്ങാൻ കഴിയുന്നില്ല. ഒരു ദിവസം അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് കടന്നവരോട് പറഞ്ഞു, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ആട്ടി ഓടിച്ച സുവിശേഷകർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് രാത്രി അദ്ദേഹം ഉറങ്ങി. അദ്ദേഹം അവർ വീണ്ടും അവരെ കണ്ടു. എനിക്ക് പാപത്തിൽ നിന്ന് മാറ്റം വേണം. യേശുവിനോട് ക്ഷമ ചോദിച്ചു. പാപത്തിന് പരിഹാരം ലഭിച്ചു. പ്രിയ സുഹൃത്തെ, 12 വർഷം കഴിഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങി വന്നത് ഒരു ക്രിമിനലായിട്ടല്ല, അദ്ദേഹം ഒരു സുവിശേഷകനായി പുറത്തു വന്നു. എങ്ങനെ പുറത്തു വന്നു? 12 വർഷത്തെ ജയിൽ ശിക്ഷയാണോ അദ്ദേഹത്തെ സുവിശേഷകനാക്കിയത്? ഒരിക്കലുമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ 12 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങി വരുന്ന എല്ലാവരും സുവിശേഷകരായി മാറുമായിരുന്നു. ഇല്ല സുഹൃത്തെ, അതിൻ്റെ അകത്ത് സുവിശേഷം കയറി ചെന്ന് സുവിശേഷം അദ്ദേഹത്തെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. എന്താണ് സുവിശേഷം? എന്താണ് സുവിശേഷം? നമ്മൾ എല്ലാ ദിവസവും നല്ല വാർത്തകൾ കേൾക്കുന്നുണ്ട്. എല്ലാ ദിവസവും ന്യൂസ് പേപ്പറുകൾ തുറക്കുമ്പോൾ നല്ല വാർത്തകൾ കേൾക്കുന്നുണ്ട്, ചീത്ത വാർത്തകൾ കേൾക്കുന്നുണ്ട്. നല്ല വാർത്തകൾ കേൾക്കുന്ന പലപ്പോഴും നമ്മൾ ഇങ്ങനെയാണ്: ഇന്ന ഷോപ്പിംഗ് സെന്ററിൽ പകുതി വിലയ്ക്ക് സാധനങ്ങൾ കിട്ടുന്നു. നല്ല വാർത്തയാണ്, സന്തോഷമുള്ള വാർത്തയാണ്. അടുത്ത നമ്മൾ വാർത്തകൾ കേൾക്കുന്നു, നിങ്ങളുടെ പഴയ ഫ്രിഡ്ജ് കൊടുത്താൽ നിങ്ങൾക്ക് പുതിയ ഫ്രിഡ്ജ് കിട്ടും, 1000 രൂപ അടച്ചാൽ മതി. സന്തോഷമുള്ള വാർത്തയാണ്, നല്ല വാർത്തയാണ് കേൾക്കുന്നത്. പക്ഷേ അതേപോലെ ഒരു വാർത്തയല്ല സുവിശേഷം. സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം നല്ല വാർത്ത എന്നാണ്. പക്ഷേ ഈ നല്ല വാർത്ത എന്ന വാക്കിന്റെ അർത്ഥം തൽക്കാലത്തേക്ക് ഒരു ഫ്രിഡ്ജ് ലഭിക്കുന്നതോ ഒരു കാർ നിങ്ങൾക്ക് ഫ്രീ ആയി ലഭിക്കുന്നതോ ഉള്ള വാർത്തയല്ല ഇത്. ഈ സുവിശേഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവകാലം മുഴുവൻ നിങ്ങളുടെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മാത്രമല്ല, നിങ്ങളുടെ നിത്യത വരെ ഉറപ്പിക്കുന്ന നല്ല വാർത്തയാണ് സുവിശേഷം എന്ന് പറയുന്നത്. ആ സുവിശേഷം മനുഷ്യനെ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നു. നരഭോജികളെ മനുഷ്യ സ്നേഹികളാക്കിക്കൊണ്ടിരിക്കുന്നു. ലോക രാജ്യങ്ങളിൽ സമാധാനമായിക്കൊണ്ടിരിക്കുന്നു. അനേകർ ഉറങ്ങുവാൻ കഴിയാതെ നെട്ടോട്ടമാര് ഉറക്ക ഗുളിക കഴിച്ചിട്ട് പോലും ഉറങ്ങുവാൻ കഴിയാത്ത അനേക ജീവിതങ്ങളെ ഈ സുവിശേഷം സ്വതന്ത്രമാക്കി. അങ്ങനെയാണെങ്കിൽ സുവിശേഷം പറയുന്നത് എന്താണ്? ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മറിയയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ ജനിച്ച് ഈ ലോകത്തിൽ ജീവിച്ച് 3.5 വർഷം ഈ ലോകത്തിൽ പരിശുദ്ധ ശുശ്രൂഷ ചെയ്ത് അവസാനം സകല മാനവരാശിയുടെയും പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തന്റെ ജീവനും രക്തവും നൽകി തന്ന് ലോകത്തെ വീണ്ടെടുത്ത് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയ യേശു ക്രിസ്തുവാണ് സുവിശേഷം. പ്രിയ സുഹൃത്തെ, ഈ സുവിശേഷം താങ്കളെ സ്വതന്ത്രമാക്കും. അനവധി വട്ടം ഈ ദേശത്ത് ഈ സുവിശേഷം മുഴങ്ങിയതാണ്. പക്ഷെ ഇന്നും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടുകൂടി അത്താഴം കഴിക്കും. ഞാൻ എൻ്റെ വാക്കൊക്കെ വിരാമം കുറിക്കട്ടെ. ഈ ലോകത്തിൽ എന്തെങ്കിലും ലഭിക്കുന്നതല്ല ഈ സുവിശേഷത്തിൻ്റെ പ്രത്യേകത. ഈ ലോകത്തിൽ സകലവും മരണം കൊണ്ട് അവസാനിക്കും. പക്ഷേ നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്നില്ല സുഹൃത്തെ. നിങ്ങളുടെ കുടുംബജീവിതം അവസാനിക്കും, നിങ്ങളുടെ ജോലി അവസാനിക്കും, നിങ്ങൾ പരിശ്രമങ്ങളും കഷ്ടതയും രോഗങ്ങളും അവസാനിക്കും. പക്ഷേ ഇവിടെ അവസാനിക്കാത്ത ചിലതുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങളുടെ ആത്മാവ് അത് അവസാനിക്കുന്നില്ല സുഹൃത്തെ. നമ്മുടെ ശരീരം മണ്ണോട് ചേരും, നമ്മുടെ ശരീരം തീയിൽ ദഹിക്കും. പക്ഷേ ഈ ലോകത്തിൽ സകലതും അസ്തമിക്കും, ആത്മാവ് അസ്തമിക്കുന്നില്ല. ആത്മാവിന് നിത്യജീവനുണ്ട്. ആ നിത്യജീവൻ നിങ്ങൾക്ക് പ്രാപിക്കണമോ? സുവിശേഷം എന്തെന്ന് മനസ്സിലാക്കണം, ദൈവത്തിന്റെ വചനം എന്തെന്ന് മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത്, യേശുവേ ഞാൻ പാപിയാണ്, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ നിരാശയിൽ കഴിയുന്നു, എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ കാത്തിരിക്കുകയാണ്, എൻ്റെ കുടുംബത്തിൽ സമാധാനമില്ല,
എൻ്റെ ജീവിതം ശാപം പിടിച്ചതാണ്. പ്രിയ സുഹൃത്തെ, 1 രൂപ നിങ്ങൾ മുടക്കണ്ട, 1 മെഴുകുതിരി കത്തിക്കണ്ട, 5 പൈസ നിങ്ങൾ നേർച്ചയിടണ്ട. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് യേശുവേ, ഞാൻ പാപിയാണ്, അവിടുന്ന് എന്നോട് ക്ഷമിക്കണമേ, അവിടുന്ന് കാൽവരി ക്രൂശിൽ എനിക്കായി മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ഹൃദയത്തിലേക്ക് അവിടുന്ന് ഇറങ്ങി വരണേ എന്ന് നിങ്ങൾ പറയുന്ന നിമിഷം നിങ്ങളുടെ പാപഭാരം മാറിപ്പോകും. നിങ്ങളുടെ സമാധാനം നിങ്ങൾക്ക് മടങ്ങി വരും. നിങ്ങൾക്ക് ദൈവ സമാധാനം, ശാന്തി നിങ്ങൾക്ക് ലഭിക്കും. നിത്യജീവൻ നിങ്ങൾക്ക് ലഭിക്കും. ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. സർവശക്തനായ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. യാത്ര ചെയ്യുന്നവർ, ഇവിടെ ജോലി ചെയ്യുന്നവർ, അവരെല്ലാം ഞങ്ങൾ ഓർത്തും പ്രാർത്ഥിക്കുന്നു. അവരുടെ കടഭാരങ്ങൾ വിടുവിക്കണമേ. അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അവരുടെ നിരാശകൾ മാറിപ്പോകട്ടെ. ആത്മഹത്യ ചിന്തകൾ മാറിപ്പോകട്ടെ. ദൈവത്തിൻ്റെ സമാധാനത്താൽ അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ദേശത്ത് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കട്ടെ. ഈ വചനം അവർക്ക് സമാധാനമായി മാറട്ടെ, വിടുതലായി മാറട്ടെ. രോഗികളെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുന്നതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ വലിയൊരു നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ആർക്കെങ്കിലും വിശേഷാൽ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങൾ ഈ വാഗ്ദത്തത്തിന്